ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ലോകത്ത് ആരൊക്കെ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ രാവിലെ കുത്തിയിരുന്ന് കാണും. എന്നിട്ട് അവസാനം ഉണ്ടാക്കി ഞാൻ എൻ്റെ രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കും. ആദ്യമായിട്ട് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയ ദിവസം, അത് കുറേ കാലം മുമ്പായിരുന്നു, ഈ കുക്കറിലിട്ട് എല്ലാം കൂടെ വേവിച്ചെടുത്തപ്പോൾ ഒരു കഞ്ഞിപ്പരുവമായി. അതിനുശേഷം ഞാൻ പിന്നെ ഈ കുക്കറിലിട്ട് അധികം അങ്ങനെ വയ്ക്കാറില്ല. ചോറ് പ്രത്യേകം കലത്തിൽ വേവിച്ചെടുത്തിട്ട് ചിക്കനും പ്രത്യേകം വേവിച്ച് ഏകദേശം നെയ്ച്ചോറ് പരുവത്തിലാണ് എടുക്കാറ്. ഇനി ഞാൻ വിചാരിച്ച് ഇതൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കൂടെ അങ്ങ് വേവിച്ചെടുത്തിട്ട് ദം ഇടാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം നോക്കി ഞാൻ ഒരു റെസിപ്പി കണ്ടുപിടിച്ചെടുത്തതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചു. കുറേ മസാലയുണ്ട്, എനിക്കിപ്പോൾ പറയാൻ തന്നെ വലുതായിട്ട് ഓർമ്മയൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ മസാല ഉണ്ടാക്കി ചിക്കനും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് ദം പോലെ സെറ്റാക്കി എടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോയിൽ പേപ്പറൊക്കെ ചുറ്റിപ്പറക്കി വെക്കുന്നത്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. നല്ല ചിക്കനൊക്കെ സോഫ്റ്റായി വന്ന് ചോറും സാലഡും പപ്പടവും കൂടി കൊള്ളാം.